ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തത്സമയ സംഗീത മത്സരമാണ് യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ്. യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയനാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലുള്ള ഗായകർ പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ യൂറോപ്പിന് പുറത്തുനിന്ന് ഇസ്രയേൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും പങ്കെടുക്കാറുണ്ട്. 2023 ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇസ്രയേൽ മത്സരാർത്ഥികൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ അത്തരം പ്രതിഷേധങ്ങളെ മറികടക്കാനായി സംഘാടകർ തന്നെ ചില പൊടിക്കൈകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം സെൻസറിംഗ് ഒന്നും ഉണ്ടാകില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് സംഘാടകർ. പ്രതിഷേധം ജനങ്ങളെ നേരിട്ട് കേൾപ്പിക്കുമെന്നും സംഘാടകർ അറിയിക്കുന്നു. എന്താണ് യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ്? ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇസ്രയേലി മത്സരാർത്ഥികൾക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളും ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളും എന്തെല്ലാമാണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1956 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ് എന്ന ഒരു സംഗീത പരിപാടി ആരംഭിച്ചത്. ഓരോ വർഷവും യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് പുതിയൊരു പാട്ടുമായി പരിപാടിക്ക് അയക്കുകയാണ് പതിവ്. ലോകമെമ്പാടുമുള്ള 160 ദശലക്ഷത്തിലധികം ആളുകൾ ശരാശരി ഈ പരിപാടി തത്സമയം കാണാറുണ്ട്. യൂറോപ്പിന് പുറത്തു നിന്നുള്ള ചില രാജ്യങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇസ്രയേലും ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ചില രാജ്യങ്ങൾ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടാറുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, UK എന്നിവയാണ് ആ രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് തുക നൽകുന്നതിനാലാണ് ഈ രാജ്യങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. ബിഗ് ഫൈവ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇസ്രയേലിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെയും ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളെയും കുറിച്ച് പരിശോധിക്കാം. 2023 ഗസയിൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴൊക്കെ അവർക്കെതിരെ കാണികൾക്കിടയിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2024 സ്വീഡനിലെ മാൽമോയിലായിരുന്നു ഈ പരിപാടി നടന്നത്. ഗായിക ഏഡൻ ഗോലനായിരുന്നു അന്ന് ഇസ്രയേലിന് വേണ്ടി മത്സരിച്ചത്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അന്ന് പരിപാടി നടക്കുന്ന ഹാളിന് പുറത്തു വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. കൂടാതെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ മത്സരത്തിൽ നിന്ന് വിലക്കിയ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ എന്തുകൊണ്ട് ഗസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ വിലക്കുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയർന്നു. 2025 സ്വിറ്റ്സർലാൻഡിലെ ബാസലിൽ വെച്ചാണ് യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ് അരങ്ങേറിയത്. യുവൽ റാഫേൽ എന്ന ഗായികയായിരുന്നു അന്ന് ഇസ്രായേലിന് വേണ്ടി മത്സരിച്ചത്. മത്സരത്തിൽ അവർ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പൊതുജനങ്ങളുടെ വോട്ടിങ്ങിലാണ് അവർ മുന്നേറിയത്. 2023 ഒക്ടോബർ 7 ഹമാസ് പ്രത്യാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് താനെന്ന് മത്സരത്തിന് മുമ്പ് ഇവർ വെളിപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങളുടെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുന്നതിന് ഇത് കാരണമായി. എന്നാൽ ജൂറിയുടെ വോട്ടുകൾ ലഭിച്ചത് മറ്റൊരു മത്സരാർത്ഥിക്കായിരുന്നു. പരിപാടി നടക്കുന്നതിനിടയിൽ യുവൽ റാഫേലിനെതിരെ കാണികൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. കാണികൾ കൂവിയും ഫലസ്തീൻ പതാകകൾ വീശിയും ഇസ്രായേൽ മത്സരാർത്ഥിക്കെതിരെ പ്രതിഷേധിച്ചു. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ ചില തന്ത്രങ്ങളിലൂടെ മറികടക്കാനാണ് അന്ന് സംഘാടകരായ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ ശ്രമിച്ചത്. ലൈവ് സ്ട്രീമിംഗിൽ പ്രതിഷേധങ്ങളുടെ ഭാഗങ്ങൾ സെൻസർ ചെയ്തും കൂവലുകൾ കേൾക്കാതിരിക്കാൻ ആന്റി ബൂയിങ് എന്ന കൃത്രിമ കയ്യടികൾ കേൾപ്പിച്ചും സംഘാടകർ പ്രതിഷേധങ്ങളെ ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. എന്നാൽ ഇത്തവണ അത്തരം പ്രതിഷേധങ്ങളെ മറച്ചുപിടിക്കുന്ന ഒരു സമീപനവും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ പ്രതിഷേധങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ നടപടി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് സംഘാടകർ തങ്ങളുടെ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇത്തവണ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ലൈവ് സ്ട്രീമിംഗ് വഴിയും നേരിട്ടും ജനങ്ങളെ കേൾപ്പിക്കുമെന്നും കൂവലുകളെ മറികടക്കാൻ ആന്റി ബോയിങ് സംവിധാനം ഒരുക്കില്ലെന്നും സംഘാടകർ വ്യക്തമാക്കുന്നു. മുൻ വർഷം 1ാം സ്ഥാനത്തെത്തിയ ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചാണ് ഈ വർഷം പരിപാടി നടക്കുന്നത്. ഏകദേശം 35 രാജ്യങ്ങൾ ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയനൊപ്പം ഓസ്ട്രിയൻ ബ്രോഡ്കാസ്റ്ററായ ORFും ഇത്തവണ സംഘാടകരായിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ഇത്തവണയും മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് ഐസ്ലാൻഡ്, അയർലാൻഡ്, സ്പെയിൻ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.